ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സൈക്രോമെട്രിക് ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ സംഭവമാണ് സൈക്രോമെട്രിക് ചാർട്ട്. ഒന്നെങ്കിൽ ഇത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൈ വെച്ചേക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഡ്രയർ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ഈ ആക്സിസിൽ നമുക്ക് കിട്ടുന്ന എല്ലാം ഏതാണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. അതായത് ഇവിടെ ഡിവിഷൻസ് ഉണ്ട്, 0 to 10, 20, 30 അത്രയും ഡിഗ്രി സെൽഷ്യസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലിറ്റർ W ആണ്. അപ്പോൾ അതാണ് ഈ ആക്സിസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 60, 70 അതല്ല, ഈ 2, 6, 8 അങ്ങനെ പോയേക്കുന്നില്ലേ, അതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സാധനം. പിന്നെ ഈ ലൈൻസ് ഉണ്ട്, ഈ കർവ്സ് ഇങ്ങനെ പോയേക്കുന്ന കർവ്സ്, ഇതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സാധനം. അത് RH അല്ലെങ്കിൽ 5 കൊണ്ട് ഡിനോട്ട് ചെയ്യും. 5. അപ്പോൾ ഇവിടെ ഓരോ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. 10%, 20, 30, 40 അങ്ങനെ 100 വരെ ഉണ്ട്. ഈ ലൈനാണ് 100. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഇത്രയാണ് വരുന്നത്. സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ തുടങ്ങി ഈ കർവ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ കർവ് എല്ലോങ്ങായിട്ട് വരുന്നത് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. അത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഇതാണ്, ഈ പോയിൻ്റ് ഉണ്ടോ, ഈ 10 ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ എലോങ് എന്തായിരിക്കും, എല്ലാ പോയിന്റിലും 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇനി ഈ ലൈനിൽ അക്രോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് DPT എന്ന് പറയും. ഇനി നമുക്ക് രണ്ട് സാധനങ്ങളിലൂടെ മെയിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, ഈ ചാർട്ടിൽ നിന്ന്. അതൊന്ന് എൻതാൽപ്പിയാണ്, മെയിൻ സാധനം എൻതാൽപ്പി. അപ്പോൾ എൻതാൽപ്പിയുടെ ലൈൻസ് പോകുന്നത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈൻസ് പോകുന്നത്. അപ്പോൾ ഈ ലൈൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സാധനം എല്ലാം എന്തായിരിക്കും, എൻതാൽപ്പി ആയിരിക്കും. ഇനിയുള്ള സാധനം ഏതാ, സ്പെസിഫിക് വോളിയം നമുക്ക് വേണം. സ്പെസിഫിക് വോളിയം കിട്ടുന്നത് ഇവിടെ നോക്കിയാൽ മതി. ഇങ്ങനൊരു ഇൻക്ലൈൻഡ് പോർഷൻ ഉണ്ട്, ഇൻക്ലൈൻഡ് ലൈൻസ് ഉണ്ട് കണ്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ 0.82, ഈ സാധനം എന്താ, സ്പെസിഫിക് വോളിയമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാധനമാണ് എന്ത്, സ്പെസിഫിക് വോളിയം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇനി സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം കൂടെ കിട്ടും, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ ഇതിന് അല്ലാതെ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് ഗ്രാഫ് ഇതിൻ്റെ താഴോട്ടൊക്കെ വരും. അന്നേരം നമുക്ക് എന്ത് പറ്റത്തില്ല, ഇവിടെ നിന്ന് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അല്ലാതെ ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അത് നമുക്ക് എളുപ്പമാണ്, എന്തായാലും വെച്ചിട്ട് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻ എയർ കണ്ടീഷണർ പ്ലാന്റ് ഈസ് റിക്വയർഡ് ടു സപ്ലൈ 50 meter cube of air per minute at a DBT of 22 degrees Celsius and 50% RH. The atmospheric condition is 32 degrees Celsius with 65% RH. Calculate the mass of moisture removed and the capacity of cooling coil if the required effect is obtained by dehumidification and sensible cooling process. Also calculate the sensible heat factor. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് നോക്കേണ്ട നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഈസി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോസസ്സ് ഏതാ, ഡീഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് സെൻസിബിൾ കൂളിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സൈക്രോമെട്രിക് ചാർട്ട് എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. അപ്പോൾ ഈ ആക്സിസിൽ ഏതായിരിക്കും, DBT ആയിരിക്കും പോകുന്നത്, ഇങ്ങോട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രോസസ്സ് ഏതാ, ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതായത് ഹ്യൂമിഡിറ്റി കുറയ്ക്കുക, പിന്നെ കൂളിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുക. അതായത് ഹ്യൂമിഡിറ്റി കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പോൾ ആ ലൈൻ എങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 1, 2 വേണം. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് ഈ ഗിവൺ ഡാറ്റ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് DBT തന്നിട്ടുണ്ട്, RH തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സാധനം വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവന്മാർ രണ്ടുപേരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി കിട്ടും. ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്താൽപ്പി കിട്ടും. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എഴുതാം ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ആൻ എയർ കണ്ടീഷണർ പ്ലാന്റ് ഈസ് റിക്വയർഡ് ടു സപ്ലൈ 50 meter cube of air per minute. 50 meter cube per minute ആണ്. അതായത് 50 meter cube per minute. ഈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന സാധനം എന്തുവാ, മീറ്റർ ക്യൂബ് അത് വോളിയം അല്ലേ. നമുക്ക് സാധാരണ ഒരു സാധനം തരുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തായിരിക്കും തരുന്നത്, മാസ് ഫ്ലോ റേറ്റാണ് തന്നു നോക്കിയത്.
പക്ഷെ ഇവിടെ അതാണോ തന്നേക്കുന്നത്? അല്ല, നമുക്ക് എന്താണ് തന്നേക്കുന്നത്? വി ഡോട്ടാണ് തന്നേക്കുന്നത്. അതായത് വോളിയം പെർ മിനിറ്റാണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ വോളിയം ഫ്ലോർ ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്? നമുക്ക് മാസ് ഫ്ലോ റേറ്റാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? വോളിയം ഫ്ലോ റേറ്റിനെ സ്പെസിഫിക് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഫ്ലോ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത അൺനോൺ ഡാറ്റ ഇവിടെ വന്നു, ഏതാ? സ്പെസിഫിക് വോളിയം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. പെർ മിനിറ്റ് അറ്റ് എ DVT ഓഫ് 22 ഡിഗ്രി സെൽഷ്യസ്. അതായത് എയർ കണ്ടീഷണർ പ്ലാന്റ് സപ്ലൈ ചെയ്യേണ്ട എയറിൻ്റെ സംഭവം പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് കൂളിംഗ് പ്രോസസ്സ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു കൂളിംഗ് കോയിൽ ഉണ്ടാവും, അതുവഴി നമ്മൾ എയറിനെ കടത്തി വിടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് നമുക്ക് കൂൾഡ് എയർ കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്ത്? ഇത് 1, ഇത് 2, ഈ സംഭവത്തിൻ്റെ ടെമ്പറേച്ചർ 3. ഇപ്പോൾ 1ൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ 1ൻ്റെ തന്നേക്കുന്നത്, 1ൻ്റെ അല്ല, ഇപ്പോൾ 2ൻ്റെ ആദ്യം തന്നേക്കുന്നത്. ഞാൻ എയർ കണ്ടീഷണർ പ്ലാന്റ് ഈസ് റിക്വയർഡ് ടു സപ്ലൈ ആണ്. അപ്പോൾ അത് ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ RH എത്ര തന്നിട്ടുണ്ട്? 50%. നമുക്ക് അത് ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇപ്പോൾ ഏതാ? TDB1 അല്ല 2 എത്ര തന്നുണ്ട്? 22 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ നമ്മൾ കെൽവിനിലോട്ടൊന്നും ആക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ ഡിഗ്രി ഇതിൽ തന്നെ സെൽഷ്യസ് തന്നെ കിടന്നാൽ മതി. ഇനി അടുത്തത് ഏതാ? RH തന്നിട്ടുണ്ട്. RH1 അല്ലെങ്കിൽ 5 ഈക്വൽ ടു എത്രയാ? 50%. 2 ആണ്. 2 എന്ന് പറയുന്ന പോയിന്റാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ ഈസ് 32 ഡിഗ്രി സെൽഷ്യസ്. അതായത് അറ്റ്മോസ്ഫിയർ കണ്ടീഷനാണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതേതാ? അതിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. TDB1 ഈക്വൽ ടു 32 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് ഇവിടുത്തെ എന്ത് തന്നിട്ടുണ്ട്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ 5 ഈക്വൽ ടു 65% എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവന്മാർ രണ്ടുപേരെയും ഇതിൽ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതാ? ഇത് നോക്കാം. TDB2 നോക്കാം. 22 ഡിഗ്രി സെൽഷ്യസ്. അതേതാ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഞാൻ ആദ്യമേ പറഞ്ഞു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പോയിരുന്നത് ഈ ആക്സിസിലാണ്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യുക നോക്കാം. അപ്പോൾ ഇവിടെ 20 കിടപ്പുണ്ട് കണ്ടോ? 20. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവിടെ 30. അപ്പോൾ ഇങ്ങോട്ട് 10 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിവിഷനും എങ്ങനെയാണ്? ഇത് 21, 22, 23 അങ്ങനെ പോകും. അപ്പോൾ ഇത് 21, 22. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകം എന്തായിരിക്കും? ഈ ലൈനിൽ അഗേൻസ്റ്റ് എല്ലാം എലോങ് ആയിട്ട് എന്തായിരിക്കും? ഇവിടെ എവിടെ എടുത്താലും അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? 22 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു സാധനം ഡാറ്റയോടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. RH അല്ലെങ്കിൽ 5 to 50% തന്നിട്ടുണ്ട്. ഇപ്പോൾ 50% നോക്കുക. RH ഏത് ലൈനാണ് നോക്കുക? ഇങ്ങനെ പോകുന്ന ലൈൻസാണ് RH കണ്ടോ? ഇപ്പോൾ 40, 50 കിടപ്പുണ്ടോ? 50 എന്ന് പറയുന്നത് ഈ ലൈനാണ്. അപ്പോൾ ഇത് ഒന്ന് ഈ ലൈനിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ? ഇതാണ്. അപ്പോൾ ഈ സാധനം ഏതാണ്? ഏത്? 2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 2 മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതാണ് 2 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഏതാ നമുക്ക് വേണ്ടേ? 1 എന്ന് പറയുന്ന പോയിന്റാണ് വേണ്ടത്. അപ്പോൾ 1 ഏതാണെന്ന് നോക്കാം. 32 ഡിഗ്രി സെൽഷ്യസ്. അത് DBT ഇവിടെ കിടപ്പുണ്ട്. 30, 31, 32. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഇനി അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ലൈനിൽ എന്തായിരിക്കും? എല്ലാം 32 ആയിരിക്കും. ഇനി അവിടെ നിന്ന് നമുക്ക് 65% എന്താണ്? RH ഉണ്ട്. അപ്പോൾ അത് നോക്കാം. 20, 30, 40, 50, 60. 60നും 70നും ഇടയ്ക്കായിരിക്കും. അപ്പം ഏതായിരിക്കും? അതിൻ്റെ ഏകദേശം മധ്യത്തായിട്ട് വരും. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് വരും ഏകദേശം. ഇത് രണ്ടുമാണ് ഏത്? 60, 70. അപ്പോൾ ഇതിൻ്റെ മധ്യത്തായിട്ടൊരു പോയിന്റ് എടുക്കാം. അതാണ് ഏത്? പോയിന്റ് 1. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ നമ്മൾ വരച്ചേക്കുന്ന ഈ പ്രോസസ്സ് ഉണ്ടല്ലോ 1, 2, അത് എന്ത് ചെയ്യുക? ഈ സൈക്രോമെട്രിക് ചാർട്ടിൽ വരയ്ക്കാം. അപ്പോൾ 1, 2 എന്ത് ചെയ്യുക? നീട്ടിയൊരു ലൈനങ്ങ് വരയ്ക്കുക. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ബാക്കിയുള്ള ഡാറ്റാസ് എടുത്തെഴുതിയാൽ മതി. നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മോയ്സ്ചർ റിമൂവ്ഡ് ആൻഡ് കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഏതാ? മാസ് ഓഫ് മോയ്സ്ചർ റിമൂവ്ഡ്. അതറിയത്തില്ല. അടുത്തത് കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ.
അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് അറിയണം. അപ്പം മാസ് ഓഫ് മോയ്സ്ചർ റിമൂവൽ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ അകത്തുനിന്ന് ഈ എയർ കടത്തി വിട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ എത്ര മാസ് ഓഫ് മോയ്സ്ചർ റിമൂവ് ചെയ്തതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല 1 എന്ന് പറയുന്ന പോയിന്റിൽ, ഇവിടെ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. അതായത് എന്താണ്, ഈ രണ്ടിനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മോയ്സ്ചർ റിമൂവ് ചെയ്തെന്ന് കിട്ടും. അതിനെ നമുക്ക് ഇവിടെ ഉള്ള മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്തെഴുതാം? അതെടുത്ത് എഴുതാം. മാസ് ഓഫ് മോയ്സ്ചർ റിമൂവ്ഡ് ഈക്വൽ ടു എങ്ങനെ വരും? എം ഡോട്ട് ഇൻറ്റു W1 മൈനസ് W2. അപ്പോൾ എം ഡോട്ട് എന്ന് വെച്ചാൽ അറിയാലോ, ഇവിടുത്തെ മാസ് ഫ്ലോ റേറ്റ്. W1 എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് 0.1ഉം W2 എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് 0.2. അതെവിടെ നിന്ന് കിട്ടും? ഈ ആക്സിസിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? W1 കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ W2 കിട്ടും. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് നോക്കുക. ഇനി അതിന് മുമ്പ് വേറൊരു ഡിസ്റ്റുണ്ട്. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടില്ല, നമുക്ക് ഏതേ തന്നിട്ടുള്ളൂ? വോളിയം ഫ്ലോ റേറ്റേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു, വോളിയം ഫ്ലോ റേറ്റിനെ സ്പെസിഫിക് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ ആദ്യം പറയാം. ഈ കിടക്കുന്ന ലൈൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് നോക്കിയാൽ മതി. ഈ ലൈൻസാണ് ഇത് സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈൻസ്, കണ്ടോ? അപ്പോൾ ഇതിൽ നോക്കുക, നമുക്ക് ഏതാ സെക്കൻഡ് പോയിന്റിലാണ് വോളിയം ഫ്ലോ റേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ ഏതെടുക്കണം? മാസ് ഇതെടുക്കണം, സ്പെസിഫിക് വോളിയം എടുക്കണം. അപ്പോൾ ഏതാ 2 എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ? അപ്പോൾ ഇതിന് ഈ ആ ഭാഗത്തായിട്ട് വരുന്ന ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ പാരല് നേരെ കൊണ്ടുപോകണം, കണ്ടോ? അപ്പോൾ ഇതാണ്, ഈ ലൈനാണ് ഇവിടുത്തെ സ്പെസിഫിക് വോളിയം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 0.84, ഇതെന്ന് പറയുന്നത് 0.86 ആണ്, ഇത് 0.85 ആണ്, ഇത് 0.84, 86, അപ്പോൾ ഇത് 0.85 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും? എത്ര ആയിരിക്കും? ഒരു 0.845 നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പോയിന്റ് ഇതിലേതെങ്കിലും എടുത്താലും മതി, അടുത്തുള്ള എടുത്താലും മതി. നമുക്കിപ്പം വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടി 0.85 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ ഇവിടെ ഇടാം. സ്പെസിഫിക് വോളിയം കിട്ടി 0.85 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. വോളിയം ഫ്ലോ റേറ്റ്, മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എം ഡോട്ട് എങ്ങനെ കിട്ടും? എം ഡോട്ട് ഈക്വൽ ടു വോളിയം ഫ്ലോ റേറ്റ് 50 ഡിവൈഡ് ബൈ 0.85. എത്ര യൂണിറ്റ് വരുന്നത്? കിലോഗ്രാം പെർ മിനിറ്റ് ആണ്. കാര്യം ഇവിടെ മിനിറ്റാണ്, അപ്പോൾ ഇത് കിലോഗ്രാം പെർ മിനിറ്റിൽ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് സെക്കൻഡിലോട്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 58.82 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 0.98 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? മാസ് ഫ്ലോ റേറ്റ്. നമുക്ക് ഇതെടുത്ത് എവിടെ കൊടുത്താൽ മതി? ഇവിടെ കൊടുത്താൽ മതി. 0.98. അപ്പോൾ നമുക്ക് 0.98 എന്ത് കിട്ടി? മാസ് ഫ്ലോ റേറ്റ് കിട്ടി. അത് കിലോഗ്രാം പെർ സെക്കൻഡിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഏത് വേണം? W1 ഉം W2 ഉം വേണം. അതെങ്ങനെ കിട്ടും? നേരെ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഇപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നേരെ പാരലൽ എടുക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടും. നമുക്കിവിടെ W2 കിട്ടും. അപ്പോൾ ഇത് 70, ഇത് 80. സോറി, നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈ ലൈൻസാണ് 2, 6, 8, 10, 12 അങ്ങനെ പോകും. ഇത് 8, 10. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 എടുക്കാം. അപ്പോൾ W2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതാമേ, ഇവിടെ പേപ്പർ. W2 9 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും യൂണിറ്റ്. അടുത്ത് ഇനി W1 വേണം. W1 അതെന്ത് ചെയ്താൽ മതി? ഈ 1ൻ്റെ നേരെ എവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആ പോയിന്റിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പോയിന്റ് കിട്ടും 20, 22 അതിൻ്റെ ഇടയ്ക്കായിട്ട്. അപ്പോൾ 21 എടുക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടി. 21 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി എന്ത് ചെയ്യാം? ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ W1 21 മൈനസ് 9 ചെയ്യുമ്പോഴത്തേക്ക്
11.76 യൂണിറ്റ് കൂടെ ഇടുന്നത്. യൂണിറ്റ് ചെയ്ത് വരും ഗ്രാം പെർ സെക്കൻഡ് വരും. കാര്യം കിലോഗ്രാം എന്ത് ചെയ്യും, ക്യാൻസലായിപ്പോൾ ബാക്കി ഗ്രാം പെർ സെക്കൻഡ് വരും. അപ്പോൾ ഇത്രയാണ് എന്ത് മാസ് ഓഫ് മോയ്സ്ചർ റിമൂവ്ഡ്. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഏതാ? കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. അപ്പം കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ കൂളിംഗ് കോയിൽ എത്ര ഹീറ്റിനെ റിമൂവ് ചെയ്തെന്നല്ലേ അതല്ലേ അതിൻ്റെ അർത്ഥം. ഇങ്ങോട്ട് തണുപ്പ് എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഹീറ്റ് റിമൂവ് ചെയ്തെന്നാണ്. അപ്പോൾ ഈ കൂളിംഗ് കോയിൽ എത്ര ഹീറ്റ് റിമൂവ് ചെയ്തോ അതാണ് ഈ കൂളിംഗ് കോയിലിൻ്റെ എന്ത് കപ്പാസിറ്റി. അപ്പോൾ അത് എങ്ങനെ കിട്ടും? അപ്പോൾ അതെങ്ങനെ കിട്ടും? നമുക്ക് രണ്ടാമത്തെ ഏതാ? കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. അതായത് ഹീറ്റ് റിമൂവ്ഡ് അല്ലെങ്കിൽ QR. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഈ 1ഉം 2 എന്ന് പറയുന്ന പോയിന്റിലെ എൻതാൽപ്പി ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് റിമൂവ്ഡ് കിട്ടും. അപ്പോൾ എൻതാൽപ്പി അവിടെ നിന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ ലൈൻസ് പോയിട്ടുണ്ട്. അതായത് നോക്കാം ഇവിടെ കണ്ടോ എൻതാൽപ്പി, അതായത് ഈ ലൈൻസാണ് എന്ത് എൻതാൽപ്പി ലൈൻസ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഇതിന് നേരെ പാരലൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ എൻതാൽപ്പി കിട്ടും, 1ൽ ഇവിടെ കിട്ടും. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ജസ്റ്റ് എഴുതാം m.H1 - H2 ആണ് എന്ത് ഇവിടുത്തെ ഹീറ്റ് റിമൂവ്. നമുക്ക് ഏത് വേണം? H1 വേണം. H1 എടുക്കാം. 1 എന്ന് പറയുന്ന പോയിന്റിലെ എൻതാൽപ്പി എടുത്ത് നോക്കാം. ഈ ലൈനാണ്. ഇപ്പോൾ 80 ഏകദേശം ഒരു 85 വരും. 85 യൂണിറ്റ് ഇവിടെ തന്നെ കിടക്കണം. നോക്കിക്കോ, കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി H2 നോക്കാം. H2 എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഇതിന് പാരലായിട്ട് പോയാൽ മതി. ഈ ലൈൻ 40 ഏകദേശം 44 വരും. 44 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഈ m., നമുക്ക് നേരത്തെ അറിയാം 0.98 കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? QR കണ്ടുപിടിക്കാൻ. ഹീറ്റ് റിമൂവ്ഡ് ഈക്വൽ ടു 0.98 ഇൻറ്റു H1. 85 - 44 കിട്ടും 0.98 ഇൻറ്റു 85. 40.18 എന്താണ് യൂണിറ്റ്? ഹീറ്റിൻ്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? കിലോ ജൂൾ. ഇവിടെ സെക്കൻഡ് ജൂൾ ഉള്ളതുകൊണ്ട് പെർ സെക്കൻഡ്. കിലോ ജൂൾ പെർ സെക്കൻഡ് എത്രയാണ്? നമുക്ക് എങ്ങനെ എഴുതാം? 40.18 കിലോ വാട്ട് എന്ന് എഴുതാം കേട്ടോ. കിലോ ജൂൾ പെർ സെക്കൻഡ് കിലോ വാട്ട്, ജൂൾ പെർ സെക്കൻഡ് വാട്ട്. ഇനി ഈ ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജൂളിനെ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നാലും ഇതാണെന്ന് നിങ്ങൾ മനസ്സിലായിക്കോളാം. ഇപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ വർക്ക് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് എങ്ങനെ ആയിരിക്കും? ജൂൾസിലോ കിലോ ജൂൾ പെർ സെക്കൻഡിലോ ആയിരിക്കും. കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാ? കിലോ വാട്ടാണ്. അപ്പോൾ ഇത്രയും കിട്ടി, ഹീറ്റ് റിമൂവ് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ ഇവിടെ ഏതൊക്കെ 2 പ്രോസസ്സുണ്ട്. ഡീഹ്യൂമിഡിഫിക്കേഷനും ഉണ്ട്, സെൻസിബിൾ കൂളിങ്ങും ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രോസസ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 പ്രോസസ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 1 to A എന്ന് പറയുന്ന പ്രോസസ്സ് ഏതായിരിക്കും? നോക്കിക്കോ, ഇത് ഹ്യൂമിഡിറ്റി W1, ഇത് W2. ഇത് ഹ്യൂമിഡിറ്റി കുറയുമല്ലേ. അപ്പോൾ 1 to A എന്ന് പറയുന്ന ഏത് പ്രോസസ്സാണ്? ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. അവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടോ? DBTക്ക് ചേഞ്ച് ഉണ്ടോ ഈ ലൈനിൽ? ഇല്ല. അതായത് ഹ്യൂമിഡിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഹ്യൂമിഡിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതായിരിക്കും? അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഏത് ഹീറ്റായിരിക്കും? ലേറ്റൻ്റ് ഹീറ്റ് ആയിരിക്കും. ലേറ്റൻ്റ് ഹീറ്റ് കേട്ടോ. ഇനി A to 2 നോക്കാം.
A to 2 നോക്കിയേ, ഈ ഭാഗത്ത് ഹ്യൂമിഡിറ്റിക്ക് ചേഞ്ച് ഇല്ല, പക്ഷേ ടെമ്പറേച്ചറിന് എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞത് 32, ഇങ്ങോട്ട് 22. അപ്പോൾ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏതായിരിക്കും, അതായത് 2 to A. ആ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, സെൻസിബിൾ കൂളിംഗ് ആണ്. സെൻസിബിൾ കൂളിംഗ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതാ, അല്ലെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഏതാ, അതിനെന്തെന്ന് പറയാം, സെൻസിബിൾ ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് സെൻസിബിൾ ഹീറ്റും ഇത് ലേറ്റൻറ്റ് ഹീറ്റ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ് ചോദിച്ചേക്കുന്നത്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ, സെൻസിബിൾ ഹീറ്റ് ബൈ ടോട്ടൽ ഹീറ്റ്. ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ ആണ്. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റ് എങ്ങനെ കിട്ടും, സെൻസിബിൾ ഹീറ്റ് എങ്ങനെ കിട്ടും, ഞാൻ പറഞ്ഞു ഇത്രയും പ്രോസസ്സാണ് ഏത്, സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി മൈനസ് ഇവിടുത്തെ എൻതാൽപ്പി എടുത്താൽ നമുക്ക് കിട്ടത്തില്ലേ സെൻസിബിൾ ഹീറ്റ്. പിന്നെ ടോട്ടൽ ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ SH പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്ന സാധനം ഏതാ, ഈ ഡിഫറൻസ് ആണ്. അത് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ എൻതാൽപ്പി ഡിഫറൻസ് എടുത്താൽ മതി ഒന്നുകൂടെ. അത് നോക്കാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് എൻതാൽപ്പിയുടെ കേസിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും, എൻതാൽപ്പി വെച്ചിട്ട് എഴുതുവാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ എൻതാൽപ്പിനെ H എന്ന് എടുക്കുവാണെങ്കിൽ HA മൈനസ് H2 ബൈ ഇവിടുത്തെ എൻതാൽപ്പി ഡിഫറൻസ് H1 മൈനസ് H2. അതായത് എങ്ങനെ വരും, ഇതാണ് H1, ഇത് HA, ഇത് H2. ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ട്രാക്ക് ചെയ്യാം. HA നോക്കാം ആദ്യം. ഇപ്പം എന്ത് ചെയ്യുക, ഇതിനെ രണ്ടിനെ കൂട്ടിമുട്ടിക്കാം. ഈ പോയിൻ്റ് ആയിരിക്കും ഏത്, A എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടുത്തെ എൻതാൽപ്പിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം എന്ത് ചെയ്യാം, ഇതാണ് എൻതാൽപ്പി, ഇവിടെ മുട്ടിച്ച് ഇവിടെ ആയിട്ട് വരും. അതായത് 50-നും 60-നും ഇടയ്ക്ക് മധ്യത്തായിട്ട്. അപ്പോൾ 55 എടുക്കാൻ നമുക്ക്. അപ്പോൾ HA എത്ര തോന്നുന്നു, 55 മൈനസ് H2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ മൈനസ് H2 44 ബൈ H1 കണ്ടുപിടിച്ചിട്ടുണ്ട് 85 മൈനസ് H2 44. ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ റേഷ്യോ എടുക്കണം. പോയിൻറ്റ് 268 എന്ന് പറയും. ഇതാണ് എന്ത്, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്.